CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം നാളെ കളിക്കുമെന്നാണ് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇനി വരാൻ പോകുന്ന അഥവാ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുമ്പായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോയി പറഞ്ഞ കാര്യവും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ആ ഒരു മത്സരത്തിൽ ഉണ്ടാവാൻ പോകുന്ന കുറച്ച് അഡ്വാൻറ്റേജും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം വരുന്നത് നാളെയാണ്. നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം വരുന്നത്. ഏതായാലും ഇതിലെ എതിരാളികൾ എന്നുള്ളത് ISL ചാമ്പ്യന്മാരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ എന്നൊന്നും കരുതി ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാന്റെ ബി ടീമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ നേരിടാൻ ഇറങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് എല്ലാ താരങ്ങളും കാഴ്ചവെക്കുന്നതും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് നിസ്സാരമായിക്കൊണ്ട് ഈ ഒരു മത്സരം എടുക്കാനും കൂടാതെ തന്നെ ഈ ഒരു മത്സരം വിജയിക്കാനും തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത്. ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം അഥവാ നോഹ സദോയി എന്ന താരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള മത്സരത്തിന് മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമുക്ക് നോഹയുടെ ആ വാക്കുകളിലേക്ക് കടക്കാം. ഏതായാലും മോഹൻ ബഗാനെ കുറിച്ച് നോഹയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: അവർ 2 ട്രോഫികൾ ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഞങ്ങളും ഒരു വലിയ ക്ലബ്ബ് തന്നെയാണ്, അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ക്ലബ്ബ് നമ്മളും വലിയ ക്ലബ്ബ് തന്നെയാണ്. ഞങ്ങളുടെ അവസാന മത്സരത്തിൽ നിന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ഈ ഒരു മത്സരം കളിക്കുകയും ചെയ്യുക. ഇപ്പോൾ അവർക്കായി തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ. നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ബെസ്റ്റായിട്ട് ഞങ്ങൾ പിച്ചിൽ കാഴ്ചവെക്കുന്നതിനെയാണ് നമുക്ക് നോഹ സദോയിയുടെ വാക്കിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള ആ ഒരു ഗോൾ അഥവാ നോഹ സദോയിയുടെ ഒരു ഗോൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും എല്ലാവരുടെയും പ്രതീക്ഷയും നോഹ സദോയിൽ തന്നെയാണ്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ലൂണക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലൂണ നാളെ കളിക്കാൻ ഇറങ്ങുമോ ഇല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട്. ഏതായാലും നിലവിൽ ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം ലൂണ നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യ 11-ൽ ചിലപ്പോൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷം അഥവാ സെക്കൻഡ് ഹാഫിൽ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു താരത്തെ സബ്ബാക്കിക്കൊണ്ട് അതിന് പകരമായിക്കൊണ്ട് ലൂണ ഇറക്കാനാണ് സാധ്യത കൂടുതൽ കാണപ്പെടുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാളെ തന്നെ നമുക്ക് മനസ്സിലാകുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കും അനാലിസിസ് വീഡിയോകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.